കണ്ണൂരിൽ നേരത്തെ കെണിയിൽ കുടുങ്ങി പരിഭ്രാന്തി ഉണ്ടാക്കിയിരുന്ന പുലിയെ ഇപ്പോൾ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. മയക്കുവെടി വച്ച ശേഷം കൂട്ടിലേക്ക് മാറ്റി ഇപ്പോൾ അവിടെ ആ പുലിയെ അവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വനംവകുപ്പ് സംഘം നടത്തുന്നത്. നിഖിൽ അളവൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, നിലവിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായോ? പുലിയെ പൂർണ്ണമായും കൂട്ടിലേക്ക് എത്തിച്ചു. പുലിയുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? ആ പരിശോധനയും കഴിഞ്ഞു? രുചിഷ്, ഏതായാലും പ്രാഥമികമായ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർമാർ പരിശോധന നടത്തി. അതിനുശേഷം ചില മരുന്നുകൾ നൽകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുലിയെ കൂട്ടിലേക്ക് കയറ്റിയതിനു ശേഷം അതിന്റെ മരുന്നുകൾ ഉൾപ്പെടെ നൽകുകയാണ്. ഒരു റൗണ്ട് മയക്കുവെടി വെച്ചു. അതിനുശേഷം ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ നൽകിയതിനു ശേഷം ആ പുലി അക്രമാസക്തമാകില്ല എന്നുറപ്പിച്ചതിന് ശേഷമാണ് വനംവകുപ്പിന്റെ RRT സംഘം പുലിക്ക് അരികിലേക്ക് എത്തുകയും ഈ വലയുപയോഗിച്ച് പുലിയെ പിടികൂടുകയും ചെയ്ത് പിന്നീട് ആ വലയിലാക്കിയ പുലിയെ ഇവിടെയുള്ള ഈ ആനിമൽ ആംബുലൻസ് അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ പ്രത്യേക വാഹനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോഴേതായാലും ഈ പ്രാഥമികമായ ഒരു പരിശോധന പൂർത്തിയാക്കി. അത് മാത്രമല്ല വയനാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുവരെ ഉള്ള സമയത്തേക്കുള്ള മരുന്നുകൾ ഉൾപ്പെടെ നൽകുകയാണ്. ഡ്രിപ്പ് ഉൾപ്പെടെ നൽകി പ്രാഥമികമായ ഒരു ചികിത്സ പുലിക്ക് ഇവിടെ വെച്ച് തന്നെ നൽകുകയാണ്. ഏതായാലും ഇന്ന് രാവിലെ 5:30യോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിലെ ഒരു തോട്ടത്തിൽ ഇത്തരത്തിൽ പുലിയെ കണ്ടത്. പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി സ്ഥാപിച്ച കേബിൾ കെണിയിൽ ഈ പുലി കുടുങ്ങിയെന്നാണ് സംശയിക്കുന്നത്. അതിന്റെ വയർ ഭാഗത്തായിരുന്നു ഒരു കുരുക്ക് മുറുകിയത്. അതുകൊണ്ട് തന്നെ പുലിക്ക് ഒരു തരത്തിലും രക്ഷപ്പെട്ടു പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പലതവണ പുലി അവിടെ നിന്ന് ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റാത്ത വിധത്തിൽ ആ കുരുക്ക് മുറുകുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുകയും മയക്കുവെടി വെക്കുകയും ചെയ്തത്. വെറ്റിനറി സർജൻ ഡോക്ടർ ഇലിയാസ് റാവൂത്തറിന്റെ നേതൃത്വത്തിലാണ് ഏതായാലും ഇപ്പോൾ പുലിയെ പിടികൂടിയിരിക്കുന്നത്. മയക്കുവെടി വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇപ്പോൾ പിടികൂടി കൂട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വിവരമറിഞ്ഞ് വലിയ രീതിയിൽ ആളുകൾ തടിച്ചു കൂടിയിരുന്നു പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ പോലീസും വനംവകുപ്പും വലിയ സുരക്ഷയും ഒരുക്കി. കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ പുലി ആൾക്കൂട്ടത്തിന് നടുവിലേക്കൊക്കെ ഓടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ചും ഒരു ജനവാസ മേഖലയിൽ തന്നെയാണ് പുലി ഇറങ്ങിയത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെ ചുറ്റും നോക്കിയാൽ 10ഓളം വീടുകൾ കാണാൻ കഴിയും. അത്രത്തോളം ആളുകളും വീടുകളും എല്ലാം ഉള്ള പ്രദേശത്ത് തന്നെയാണ് ഈ പുലി എത്തിയത്. ഇത് ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്ററോളമാണ് ദൂരം വനമേഖലയിലേക്കുള്ളത്. മാത്രമല്ല ഈ മാലൂർ ഈ ഒരു പ്രദേശത്ത് ഇതുവരെയായിട്ടും പുലിയുടെ ഒരു സാന്നിധ്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ വലിയ പരിഭ്രാന്തിയാണ് ഏതായാലും ഇന്ന് പുലർച്ചെ മുതൽ ഈ പുലി ഇവിടെ പരത്തിയിരുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുടക്കത്തിലെത്തി പ്രാഥമികമായി ആളുകൾക്ക് നേരെ ഈ പുലി ആക്രമണം നടത്താതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ നെറ്റ് കെട്ടിയും മറ്റും ഒരുക്കിയിരുന്നു. അതിനുശേഷം കൂടുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ സ്ഥലത്തെത്തി ആളുകളെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു. പിന്നീട് ഈ പുലിയെ കൃത്യമായി നിരീക്ഷിച്ചു. അതിന് ഈ മയക്കുവെടി വെക്കുന്നതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് കിട്ടിയതിന് ശേഷമാണ് ഈ മയക്കുവെടി വെക്കുന്നതിലേക്ക് കടന്നത്. ഡോക്ടർ ഇലിയാസ് റാവൂത്തർ ഇവിടത്തേക്ക് എത്തി ആദ്യ റൗണ്ട് മയക്കുവെടി വെച്ചു. അതിനുശേഷം ഏകദേശം 20 മിനിറ്റോളം ഈ പുലിയെ നിരീക്ഷിച്ചു. ബൂസ്റ്റർ ഡോസ് നൽകുന്നു. അതിനുശേഷമാണ് വനംവകുപ്പിന്റെ RRT സംഘം ഈ പുലിക്കരികിലേക്ക് പോവുകയും വല ഉൾപ്പെടെ ഉപയോഗിച്ച് അതിനെ പിടികൂടി ഇപ്പോൾ വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഏതായാലും ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തായാലും നാട്ടുകാരൊക്കെ വലിയ ഭീതിയിലാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഭീഷണി സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല. തീർച്ചയായും രുചീഷ്, കാരണം ഇതുവരെ ഈ മേഖലയിൽ അങ്ങനെ ഒരു സാന്നിധ്യം പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഇതിനോട് അടുത്ത ഏകദേശം 4 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്താണ് നേരത്തെ പുലിയുടെ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടുകളുണ്ട്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥലമാണ്. അത്തരം ഒരു സ്ഥലത്ത് നിന്നാണ് ഈ പുലി ഇപ്പോൾ ഈ ഒരു കെണിയിൽ പെട്ടത് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും ഉണ്ടാക്കുന്ന ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക തന്നെയാണ് ഇത്രത്തോളം ആളുകൾ കൂടുന്നതിലേക്ക് പോയത്. ഏതായാലും ആ പുലി പിടിയിലായി എന്ന് പറയുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ്. കാരണം തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പുലിയെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ അവിടെ പരിശോധനകൾ ഡോക്ടർമാർ നടത്തുന്നു, വനംവകുപ്പിന്റെ ഡോക്ടർമാർ നടത്തുന്നു. അതിനുശേഷം ഈ വനംവകുപ്പ് ഇതേ വാഹനത്തിൽ തന്നെ വയനാട്ടിലേക്ക് പുലിയെ മാറ്റുകയും ചെയ്യും.